ബോബി ചെമ്മണ്ണൂരിനെതിരെ ഒരു വകുപ്പ് കൂടി ചുമത്തി പുറകെ നടന്ന് ശല്യപ്പെടുത്തിയതിന് BNS-ലെ 78-ാം വകുപ്പ് കൂടിയാണ് ഉൾപ്പെടുത്തിയത്. രാഗൻ ചേർന്നുകൊണ്ട് വിശദാംശങ്ങൾ നൽകാൻ. രാഗൻ, പുതിയ ഈ വകുപ്പ് ചേർക്കൽ, ആ വകുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് ഇനി പരാതി എടുത്ത സാഹചര്യത്തിലുള്ള നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? ഹണി റോസ് നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ എടുത്ത കേസിൽ നടപടികൾ കടുപ്പിക്കുകയാണ് പോലീസ്. ഒരു വകുപ്പ് കൂടിയാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. BNS സെക്ഷൻ 78 ചുമത്തിയിരിക്കുന്നത്. അതായത് ഈ പരാതിയിൽ പിറകെ നടന്ന് ശല്യപ്പെടുത്തി തുടരെ ഇത്തരത്തിലുള്ള റിപ്പീറ്റഡ് ഒഫൻസ് ഉണ്ടായി എന്ന കാര്യം പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ 164 നടികൊടുത്ത 164 പോലീസ് കോടതിയിൽ നിന്ന് ശേഖരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ഈ വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നത്. നേരത്തെ 3 വകുപ്പുകൾ പ്രധാനമായും ഉൾപ്പെടുത്തിയിരുന്നത്. ഒന്ന് BNS സെക്ഷൻ 75 സബ്സെക്ഷൻ 1, 4. അതോടൊപ്പം തന്നെ IT ആക്ടിലെ സെക്ഷൻ 67, അതായത് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്ന വകുപ്പുകളാണ് 75 നിഷ്കർഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 67 എന്ന് പറയുന്നത് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. ഇത്രയും വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പ് തന്നെയായിരുന്നു അത്. റിമാൻഡിൽ പോയി, തുടർന്ന് പിന്നീട് ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. എന്തായാലും ഇപ്പോൾ മറ്റൊരു വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഉൾപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് കുറ്റപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ കൂടുതൽ ശക്തമായിട്ടുള്ള വകുപ്പുകൾ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി തന്നെ വരും. എന്തായാലും ഈ നടിയുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയ ശേഷമാണ് ഇപ്പോൾ ഈ വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല പോലീസ് പറയുന്നത് ഈ ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെ വളരെ വിസിബിൾ ആയിട്ടുള്ള, വളരെ പ്രകടമായിട്ടുള്ള തെളിവുകൾ തന്നെയാണ്. അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവൈലബിൾ ആണ്. ഇതിന്റെയൊക്കെ കാര്യങ്ങൾ പരിശോധിച്ചാണ് നടപടിയെന്നാണ് വ്യക്തമാക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ ഒരു വകുപ്പ് കൂടി ചുമത്തി.